നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ നമുക്ക് സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. ആദ്യ വാർത്തയിലേക്ക്, 24 സൂപ്പർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR-ൽ ഗുരുതര പരാമർശങ്ങൾ. നഗ്നദൃശ്യം പകർത്തി അതിജീവിതയെ ഭീഷണിപ്പെടുത്തി തുടർച്ചയായി പീഡിപ്പിച്ചു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും പീഡനം തുടർന്നെന്നും FIR-ലുണ്ട്. FIR-ന്റെ പകർപ്പ് 24 പുറത്തുവിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാം പ്രതിയായ കേസിൽ സുഹൃത്ത് ജോബി ജോസഫാണ് രണ്ടാം പ്രതി. മുഖ്യമന്ത്രിയെ കണ്ട് 2 മണിക്കൂർ തികയും മുമ്പ് മൊഴിയെടുക്കൽ. അതിവേഗമായിരുന്നു പോലീസ് നീക്കം. 5 മണിക്കൂർ തിരുവനന്തപുരം റൂറൽ SP മൊഴിയെടുത്ത ശേഷം വലിയമല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് പുലർച്ചെ 3:13. അതിജീവിത അനുഭവിച്ച ക്രൂര പീഡനങ്ങൾ തീയതി ഉൾപ്പെടെ വിവരിച്ച് വ്യക്തമായിട്ടാണ് പോലീസ് FIR തയ്യാറാക്കിയത്. FIR-ലെ ഗുരുതര പരാമർശങ്ങൾ ഇങ്ങനെ: ഈ വർഷം മാർച്ച് 4-ന് തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ അതിജീവിതയുടെ ഫ്ളാറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവമേൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു. മാർച്ച് 17-ന് ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന ഭീഷണി. അതിജീവിത ഗർഭിണിയാണെന്നറിഞ്ഞും നിരന്തര പീഡനം തുടർന്നു. ഏപ്രിൽ 22-ാം തീയതി തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലും മെയ് അവസാനത്തോടെ പാലക്കാട്ടെ പ്രതിയുടെ വീട്ടിൽ വെച്ചും പലതവണ പീഡിപ്പിച്ചുവെന്ന് FIR-ൽ പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടാതെ സുഹൃത്തും അടൂർ സ്വദേശിയായ ജോബി ജോസഫും കേസിലെ പ്രതിയാണ്. മെയ് 30-ന് തിരുവനന്തപുരം കൈമനത്ത് വെച്ച് കാറിൽ കയറ്റി പെൺകുട്ടിക്ക് ഗർഭമലസിപ്പിക്കാൻ ഗുളിക നൽകിയത് ജോബി ജോസഫ് എന്നാണ് കണ്ടെത്തൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിൽ ഗർഭഛിദ്രത്തിന് ഗുളിക കഴിക്കാൻ നിർബന്ധിച്ചുവെന്നും FIR-ൽ പറയുന്നു. ബലാത്സംഗം, നിരന്തരം പീഡിപ്പിക്കൽ, ഉപദ്രവിച്ചു പീഡനം, അധികാരം ഉപയോഗിച്ച് പീഡിപ്പിക്കൽ, നിർബന്ധിച്ച് ഗർഭഛിദ്രം, വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റു പെൺകുട്ടികളോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് അതിജീവിത മൊഴി നൽകിയിട്ടുണ്ട്. കേവലം ആരോപണങ്ങളുടെ പുറത്തുള്ള FIR എന്ന് കരുതാനാകില്ല. കൂടിക്കാഴ്ചയുടെ കൃത്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് FIR. കൂടാതെ ശബ്ദരേഖ, വാട്സപ്പ് ചാറ്റ് ഇതടക്കം തെളിവുകൾ പോലീസിന് അതിജീവിത കൈമാറിയിട്ടുമുണ്ട്. അതിനാൽ തന്നെ ഈ പ്രതിസന്ധി മറികടക്കുക രാഹുൽ മാങ്കൂട്ടത്തിന് എളുപ്പമാകില്ല. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ലൈംഗിക പീഡന കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ്. പ്രതി വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് പോലീസിന്റെ നീക്കം. രാഹുലിനെതിരായ കേസ് പുതിയ സംഘം അന്വേഷിക്കും. മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിക്കും. ഇന്നലെ വൈകിട്ട് 5:45 വരെ പാലക്കാട് നഗരമേഖലയിലുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയെന്നതിൽ വ്യക്തതയില്ല. ഇന്ന് രാവിലെ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നെങ്കിലും പ്രതികരണമില്ല. ഇതിനിടെ ഇന്ന് രാവിലെ പാലക്കാട്ടെ രാഹുലിന്റെ MLA ഓഫീസ് തുറന്നു. സാധാരണ ഓഫീസ് വൈകിട്ട് 5 മണിക്ക് അടയ്ക്കും, രാവിലെ 9:30 തുറക്കുകയും ചെയ്യുന്ന രീതി തുടർന്ന് വരുന്നുണ്ട്. ഇല്ല, കിട്ടിയിട്ടില്ല, ഫോണില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ 12 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു. പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. ഫോണിൽ പിന്നെ ഓഫാണെന്ന് മാധ്യമങ്ങളോട് അറിയിച്ചു ചെയ്തു. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പ്രതിയായ രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസ്. വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. പോലീസ് അറസ്റ്റ് നീക്കം നടത്തുന്നതിനിടെ മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ ശ്രമം നടത്തുന്നുണ്ട്. കേസിന്റെ വിവരങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അടുത്ത നടപടി സ്വീകരിക്കും. വകുപ്പുകളൊക്കെ അറിഞ്ഞു, പക്ഷേ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചിട്ടില്ല. വലിയ തുടങ്ങി അവർ പിന്നെ നിയമത്തേക്ക് വന്നു. ഗോൾ പോസ്റ്റ് എവിടെയാന്ന് പറഞ്ഞിട്ട് എങ്കിലേ ഗോൾ അടിക്കാൻ പറ്റും. രാഹുലിനെതിരെ അതിഗൗരവമേറിയ മൊഴിയാണ് അതിജീവിത നൽകിയത്. ജനപ്രതിനിധി കൂടിയായ രാഹുലിനെതിരെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കും. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയത്. പോലീസ് ആസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങളും ചേരുന്നുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ചും പ്രതിക്ക് പ്രതിരോധമൊരുക്കിയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാൻ എന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാമർശം. അതേസമയം രാഹുലിനെ കടന്നാക്രമിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നത് കോൺഗ്രസിനെ ഉലച്ചിട്ടുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആവർത്തിച്ച് ഉന്നത നേതൃത്വം ഒഴിഞ്ഞുമാറുന്നതിൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയുടെ തെളിവുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്നുപെട്ട പരാതിയെ പ്രതിരോധിക്കാനുള്ള വ്യഗ്രതയിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതാണ് കോൺഗ്രസിൽ നിന്നുള്ള കാഴ്ച. മുഖ്യമന്ത്രി വീട്ടിൽ ഈ ഇര പോയി, ആ ഇരയെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാ? അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. ഇതെല്ലാം ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം പരാതി നൽകാതെ ഇപ്പോൾ പരാതി നൽകിയത് എന്തിനാണെന്ന ചോദ്യവുമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വവും അതിജീവിതക്കെതിരെ തിരിഞ്ഞു. മാസങ്ങളായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പരാതിയായിട്ട് വരുന്നത്.
എന്നാൽ ഇതിന് മുമ്പ് എത്രയോ മാസങ്ങളുണ്ടായിരുന്നില്ലേ? ഇത് ഇന്ന് സംഭവിച്ചിരുന്നല്ലോ. എന്തുകൊണ്ട് അപ്പോൾ വന്നില്ല? KPCCയുടെ മുൻ അധ്യക്ഷൻ MMS പോലുള്ള നേതാക്കളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ വിമർശിക്കുന്നു. എന്നാൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും ഈ സമീപനമില്ല. വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ നേരത്തെ തന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് KPCCയുടെയും ഹൈക്കമാൻഡിന്റെയും നിലപാട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോട്ടെ. പീഡന പരാതിയിൽ അറസ്റ്റുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും കോൺഗ്രസിന് മുന്നിലുണ്ട്. 24 തിരുവനന്തപുരം. കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യം ശക്തമാക്കി LDF നേതാക്കളും BJPയും. രാഹുലിന്റേത് കേരള ജനതയോടും സ്ത്രീകളോടുമുള്ള വെല്ലുവിളിയെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. രാഹുലിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. ലൈംഗിക പീഡനത്തിന് പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പ്രതിഷേധം കടുക്കുന്നത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ഇടത് നേതാക്കൾ. അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നും ആവശ്യം. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. ഇത്തരം ആരോപണങ്ങൾ വന്നാൽ മേഖലയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിട്ട് അതിന് തീരുമാനം വരുന്നതിന് ശേഷം പിന്നീട് ആ രംഗത്തേക്ക് വരിക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ ധാർമ്മികത. കണ്ണൂരിൽ രാഹുലിന്റെ കോലം കത്തിച്ച DYFI പ്രതിഷേധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇടപെടണമെന്ന നേതാക്കൾ. പുറത്തുവരുന്ന പല വിവരങ്ങളും കേരളത്തിന് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ്. അതീവ ഗുരുതരമായ ഒരു സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത രാഹുലിന്റെ അടൂരിലെ വീട്ടിലും പാലക്കാട്ടെ MLA ഓഫീസിലും പോലീസ് സുരക്ഷ കൂട്ടി. അടൂരിലെ വീട്ടിലേക്ക് SFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ന്യൂസ് ഡെസ്ക് 24. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച് BJP നേതാവും മുൻ DGPയുമായ R ശ്രീലേഖ. ഇത്ര നാൾ എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി കൂടിയായ R ശ്രീലേഖയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചോദ്യം. വിവാദമായതിനു പിന്നാലെ R ശ്രീലേഖ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി വിശദീകരണവുമായി രംഗത്തെത്തി. ഞാൻ ഇരയ്ക്കൊപ്പമാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. പോലീസ് ഓഫീസർ ആയിരുന്നപ്പോഴും അല്ലാതെയും ഞാൻ എപ്പോഴും വനിതകളുടെ കൂടെയാണ്, സ്ത്രീകളുടെ കൂടെയാണ്, അതിജീവിതയ്ക്കൊപ്പമാണ് എന്നൊന്ന് വ്യക്തത വരുത്തണം എന്ന് കരുതി മാത്രം കറക്റ്റ് ചെയ്തിട്ട ഒരു പോസ്റ്റാണ്. അതിനകത്ത് ഞാൻ നേരത്തെ എഴുതിയ എൻ്റെ വികാരങ്ങളൊന്നും ഞാൻ മാറ്റിയിട്ടില്ല. ഇത് നേരത്തെ തന്നെ പോലീസിന് എടുക്കാവുന്ന ഒരു കേസായിരുന്നു. ഒരു പരാതി ഉയർന്നു വരുമ്പോൾ പോലീസിന് സുവമോട്ടോ ആയിട്ട് FIR ഇടാം. അതിജീവിതയുടെ അടുത്ത് ചെന്നിട്ട് വനിതാ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തിട്ട് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അത് വൈകിയതിന്റെ ഒരു വിദ്വേഷം, അതിന്റെ ഒരു വിഷമം, ഇത്രയും വൈകാൻ പാടില്ലായിരുന്നു. ഒരു പ്രതിക്ക് ഇങ്ങനെ യഥേഷ്ടം ഇറങ്ങി നടക്കാനുള്ള ഒരു അവസരം കൊടുത്തില്ലേ, അത് വൈകുന്നതിലുള്ള ഒരു പ്രതിഷേധവും കൂടെ ചേർത്താണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പൊയ്മുഖം അഴിഞ്ഞു വീണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. രാഹുൽ രാഷ്ട്രീയം അവസാനിപ്പിച്ച് വനവാസത്തിന് പോകണം. ഒരുപാട് മാങ്കൂട്ടത്തിലുമാർ കോൺഗ്രസിലുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ പ്രതികരിച്ചു. രാജിവെച്ച് പോകണമായിരുന്നോ വേണ്ടോ എന്ന് അവരുടെ പാർട്ടിയും അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഇഷ്യൂ ഉണ്ടായിരുന്ന തുടങ്ങുമ്പോൾ തന്നെ ഒരു പുണ്യവാളൻ്റെ പരിവേഷമാണ് അണിഞ്ഞിരുന്നത്. പക്ഷേ ആ പൊയ്മുഖം പഴിഞ്ഞു വീണു. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം തന്നെ ആലോചിക്കട്ടെ. അദ്ദേഹത്തെ താങ്ങിയവരും പിന്താങ്ങിയവരും പുറന്തള്ളിയവരും ഉണ്ട് കോൺഗ്രസിൽ തന്നെ. ഈ കോൺഗ്രസിൻ്റെ ഒരു സർവനാശത്തിൻ്റെ കാരണമായി തന്നെ മാറിയിരിക്കണം. അദ്ദേഹത്തിന് താൻ ചെയ്ത തെറ്റുകൾക്ക് ഒരു ഉത്തമബോധ്യവും പശ്ചാത്തലവും ഉണ്ടെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയം മതിയാക്കി വനവാസത്തിന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. മലപ്പുറം ഒതായി മനാഫ് കൊലപാതക കേസിൽ ഒന്നാം പ്രതി മാലങ്കാടൻ ഷഫീഖ് കുറ്റക്കാരൻ. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. കേസിൽ 3 പേരെ വെറുതെ വിട്ടു. മുൻ MLA PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് മാലങ്കാടൻ ഷഫീഖ്.
നാളെയാണ് ശിക്ഷാവിധി. 3 പേരെ വെറുതെ വിട്ട നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മനാഫിന്റെ പിതൃ സഹോദരൻ പറഞ്ഞു. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട 3 പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ്. ഇനിയും ഈ അക്കാര്യത്തിൽ ഞങ്ങൾ ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്നുള്ളതിൽ ഞങ്ങൾ നടത്തും. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിലുണ്ടായ തർക്കം പരിഹരിക്കാൻ നേതൃത്വത്തിന്റെ തിരക്കിട്ട നീക്കം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഉടൻ ചർച്ച നടത്തും. ഒന്നിനും തിരക്കില്ലെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രതികരിച്ചു. മുംബൈയിൽ സ്വകാര്യ പരിപാടിക്ക് എത്തിയപ്പോഴായിരുന്നു DK ശിവകുമാറിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒന്നിനും തിരക്കില്ലെന്ന ശിവകുമാറിന്റെ മറുപടി. ഹൈക്കമാൻഡുമായി വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നും ശിവകുമാർ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ ആഴ്ചയിൽ തന്നെ തർക്കം പരിഹരിക്കാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. അതിനിടെ സമൂഹ മാധ്യമത്തിലും വാക്പോരുമായി ഇരു നേതാക്കളും രംഗത്തെത്തി. വാക്കിന്റെ ശക്തിയാണ് ലോകത്തിന്റെ ശക്തിയെന്ന് DK ശിവകുമാർ എക്സിൽ കുറിച്ചു. ജനങ്ങൾക്ക് നൽകിയ ഓരോ വാക്കും പാലിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന മറുപടിയായിരുന്നു സിദ്ധരാമയ്യ എക്സിൽ പോസ്റ്റ് ചെയ്തത്. 24 ബംഗളൂരു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. ഡിസംബർ 4 മുതൽ 5 വരെ 2 ദിവസത്തേക്കാണ് സന്ദർശനം. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് സന്ദർശനം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, വിശദാംശങ്ങൾ. അനുജ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇക്കാര്യം ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം അനുസരിച്ചാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനം. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഡിസംബർ 4, 5 തീയതികളിലായി അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. ഈ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേകം ചർച്ചകളും റഷ്യൻ പ്രസിഡന്റ് നടത്തും. ഇതോടൊപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് വിരുന്ന് നൽകും. ഈ റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് US പിഴത്തീരുവ ഏർപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ സന്ദർശനം. ഈ ഒരു നടപടിക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ അടുക്കാൻ ഇടയായിരുന്നു. ഒപ്പം തന്നെ ഈ സന്ദർശനത്തിനിടെ റഷ്യയുമായി പ്രതിരോധമടക്കമുള്ള വിവിധ മേഖലകളിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. അനുജ, അതാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ സന്ദർശനം എന്ന പ്രത്യേകത കൂടിയുണ്ട്. പ്രധാനമന്ത്രിയുമായൊക്കെയുള്ള കൂടിക്കാഴ്ചയ്ക്കും സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ കൂടിയുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 24 വാർത്ത ഞെട്ടിക്കുന്നതാണ്. മാധ്യമങ്ങളിൽ തട്ടിപ്പുകാർ വാഴരുതെന്നും രാജീവ് ചന്ദ്രശേഖർ 24നോട് പറഞ്ഞു. പെട്ടെന്ന് ആരെങ്കിലും ഒരു ബാർക്ക് ഫിക്സിങ്ങോ റേറ്റിംഗ് ഫിക്സിങ് ചെയ്ത് അവരുടെ വളർച്ചയും അവരുടെ റവന്യൂസ് എല്ലാം അതിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന മാതിരി ചെയ്യുമ്പോൾ അത് ഈ സ്റ്റോറിയിൽ സബ്സ്റ്റൻസും സത്യം ഉണ്ടെങ്കിൽ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. കാരണം ഇതൊരു ഡേഞ്ചറസ് ട്രെൻഡാണ്. ഇത് ചെയ്യാൻ പറ്റിയാൽ നാളെ ആരും ഒരു ചാനൽ തുടങ്ങും. ഇവിടെ 30 കൊല്ലം 20 കൊല്ലമായിട്ട് അധ്വാനിക്കുന്ന ജേർണലിസ്റ്റ് എല്ലാം അവരെല്ലാം സൈഡിൽ വെച്ച് ഒരാൾ വരുന്നു, ചാനൽ തുടങ്ങുന്നു, 2 പൈസ കൊടുക്കുന്നു, റേറ്റിംഗ് വാങ്ങിക്കുന്നു, പിന്നെ അഡ്വർടൈസേഴ്സ് അങ്ങോട്ട് പോകുന്നു. അത് ഗുണം ചെയ്യുന്ന കാര്യമല്ല, അത് നല്ല കാര്യമല്ല, അപകടമാണ്, ഡേഞ്ചറസ് ആണ്. ആൻഡ് ഇത് ഞാൻ കേട്ടത് പിന്നെ ആന്ധ്രാപ്രദേശ്, പണ്ട് കാലത്ത് ആന്ധ്രാപ്രദേശ് നടക്കുന്ന കാര്യമായിരുന്നു. പിന്നെ ഞാൻ കേട്ടു അത് തമിഴ്നാട് നടക്കുന്നുണ്ട്, ചില സ്ഥലത്ത് കർണാടകയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയും വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഇത് ഇന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു വലിയ ഷോക്ക്. അത് ഡേഞ്ചറസ് ആണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ് ഇത് നോക്കണം. കാരണം മീഡിയ ജനങ്ങളുടെ മനസ്സ് ഷേപ്പ് ചെയ്യുന്നൊരു ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ്. ഒപ്പീനിയൻ മേക്കിംഗ് ഇൻസ്ട്രുമെൻറ്റാലിറ്റിയാണ്. അത് ഹൈജാക്ക് ചെയ്താൽ, അത് റോങ് ഫോഴ്സസ് ഹൈജാക്ക് ചെയ്താൽ അത്
നാടിന് നല്ലതല്ല, ഒരു നല്ല കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. വേറൊന്നും പറയുന്നില്ല. MES ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ വിദേശയാത്ര തടഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ED അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഫസൽ ഗഫൂറിന് ED നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. നടന്നത് സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് EDയുടെ വിശദീകരണം. അടുത്ത ദിവസം ഫസൽ ഗഫൂർ EDക്ക് മുന്നിൽ ഹാജരാകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 4-6 പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ദേവസ്വം മുൻ സെക്രട്ടറി S. ജയശ്രീ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. അഴിമതി നിരോധന നിയമം ചുമത്തിയ സാഹചര്യത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ജാമ്യഹർജി പരിഗണിക്കുന്ന പശ്ചാത്തലത്തിൽ ഇരുവരുടെയും അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഇനി ശബരിമല വാർത്തകളിലേക്ക്. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമല സന്നിധാനത്ത് ചൊവ്വാഴ്ച മുതൽ കേരളീയ സദ്യ വിളമ്പും. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചു വരുന്നുവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കും. ഇന്നലെ 97,000 ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തി. ചോറ്, പരിപ്പ്, സാമ്പാർ, അവിയൽ, അച്ചാർ, തോരൻ, പപ്പടം, പായസം എന്നിങ്ങനെ ചുരുങ്ങിയത് 7 വിഭവങ്ങൾ ഇനി മുതൽ സന്നിധാനത്തെ ഉച്ചഭക്ഷണ മെനുവിൽ ഉണ്ടാകും. സദ്യയ്ക്കുള്ള പായസം ഓരോ ദിവസവും മാറി മാറി നൽകും. ഭക്ഷണം നൽകാൻ പ്രത്യേക പ്ലേറ്റുകൾ എത്തിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. തിങ്കളാഴ്ച തൊട്ട് കൊടുക്കണമെന്നായിരുന്നു എൻ്റെ അഭിപ്രായം. പക്ഷേ അത് പ്രായോഗിക ബുദ്ധിമുട്ടായിരുന്നു. ചൊവ്വാഴ്ച മുതൽ നമ്മുടെ സദ്യ കഴിക്കാം. ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം പാത്രം വാങ്ങണം. ഇലയിൽ സദ്യ വിളമ്പാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇല കിട്ടുന്നത് മാത്രമല്ല, ഇല ഡിസ്പോസലാണ് പ്രശ്നം. ആനയെ ആകർഷിക്കുന്നവരെ പറയുന്നതിന് ഇത്ര ഇല ഇവിടെ വന്നാൽ. തിരക്ക് നിയന്ത്രിക്കാൻ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പിലാക്കും. പോലീസിൻ്റെ നിയന്ത്രണത്തിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരും. അത് ശ്രീജിത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ എരുമേലിയിലും അത് കുറച്ച് കർശനമായിട്ട് തന്നെ പറഞ്ഞത്. കാനനപാത വഴി അനധികൃത പാതകളിലൂടെ വരാൻ പാടില്ല. ഇന്നലെ 97,358 ഭക്തരാണ് സന്നിധാനത്ത് ദർശനം നടത്തിയത്. 1000-ന് മുകളിൽ തീർത്ഥാടകർ പ്രതിദിനം പുല്ലുമേട് വഴിയും ശബരിമലയിൽ എത്തുന്നുണ്ട്. 24 സന്നിധാനം. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ ഡിവൈഎസ്പിക്കെതിരെ ആരോപണം ഉന്നയിച്ച് CI ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം. പാലക്കാട് SP അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറി. 2 ആഴ്ച മുൻപ് ആത്മഹത്യ ചെയ്ത CI ബിനു തോമസിന്റെ കുറിപ്പിലാണ് ഡിവൈഎസ്പി NK ഉമേഷിനെതിരെ ആരോപണങ്ങളുള്ളത്. അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയെ പലവട്ടം ഡിവൈഎസ്പി പീഡിപ്പിച്ചെന്നാണ് ഈ മാസം 15-ന് പോലീസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പാലക്കാട് ചെർപ്പുളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. നിലവിൽ വടകര ഡിവൈഎസ്പിയായ NK ഉമേഷിനെതിരെയാണ് ആരോപണം. വിഷയത്തിൽ പാലക്കാട് SP അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. പീഡനത്തിന് കേസെടുക്കണമെന്ന റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. 2014-ൽ പാലക്കാട് സർവീസിലിരിക്കെ അനാശാസ്യ പ്രവർത്തനത്തിന് പിടിയിലായ സ്ത്രീയെ വീട്ടിലെത്തിച്ച് ഉമേഷ് പീഡിപ്പിച്ചെന്നും കേസ് ഒതുക്കാമെന്ന് ഉറപ്പു നൽകിയെന്നും കുറിപ്പിലുണ്ട്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നാണ് NK ഉമേഷിന്റെ പ്രതികരണം. 24 പാലക്കാട്. ഈ ഫസ്റ്റ് ഓൺ 24 വാർത്തയിലേക്ക്. കൊല്ലം ആളുകേറാമല കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് പോലീസ്. വ്യക്തിയെ പരിചയമുള്ളവരോ തിരിച്ചറിയുന്നവരോ പോലീസിനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. 2 മാസം മുൻപാണ് ആളുകേറാമലയിൽ കത്തിക്കരിഞ്ഞ മൃതദേഹം ചെങ്ങലയിൽ ബന്ധിച്ച നിലയിൽ കണ്ടെത്തിയത്. സലിം മാലിക് വിശദാംശങ്ങളുമായി. സലിം, ഈ ചെങ്ങലയിൽ ബന്ധിച്ച നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന വാർത്ത അന്ന് ബ്രേക്ക് ചെയ്തത് 24 ആയിരുന്നു. ഇപ്പോൾ പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? അനുജ, ഈ വർഷം സെപ്റ്റംബർ 23-ാം തീയതിയാണ് കൊല്ലം പുനലൂർ ആളുകേറ മലയിൽ ഈ നിലയിൽ കത്തിക്കരിഞ്ഞ നിലയിലൊരു മൃതദേഹം ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ ആളുകേറ മലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ പുനലൂർ പോലീസിനെ വല്ലാതെ കുഴച്ച കേസാണത്. കാരണം കൊല്ലപ്പെട്ടതാരെന്നോ കൊലപ്പെടുത്തിയതാരെന്നോ ഒരു തുമ്പും സൂചനയും ലഭിക്കാത്ത കേസായിരുന്നു. ആളുകേറ മല ആളൊഴിഞ്ഞ ഒരു മേഖലയിൽ കൂടിയാണ്. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിൽ പോലീസ് ശ്രമകരമായ ദൗത്യമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ആര് വന്നു
അതല്ലെങ്കിൽ ആ കൊലപാതകം അവിടെ വെച്ചാണോ നടത്തിയത് എന്നതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തുമ്പും ലഭിക്കാതിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇന്നിപ്പോൾ പുനലൂർ പോലീസ് ഒരു പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു കൈലിമുണ്ടും മഞ്ഞ ഷർട്ടും ധരിച്ച ഒരു ആളുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതാണ് പ്രതി എന്നാണ് സൂചന. ഇദ്ദേഹത്തെ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോലീസിൽ ബന്ധപ്പെടണമെന്നും അറിയിച്ചിട്ടുണ്ട്. പുനലൂർ പോലീസിൽ ബന്ധപ്പെടാനായി പുനലൂർ SHOയുടെയും SIയുടെയും നമ്പരും ഒപ്പം തന്നെ പുനലൂർ പോലീസ് സ്റ്റേഷനിലെ നമ്പരും നൽകിയിട്ടുണ്ട്. ആ നമ്പറുകളിൽ കൂടി സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടണം. ഇദ്ദേഹത്തെ അറിയുന്നവരോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുന്നവരോ അറിയിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇതുവരെയും കൊല്ലപ്പെട്ടതാര് എന്നുള്ള കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ കിട്ടിയാൽ വളരെ വേഗത്തിൽ കൊല്ലപ്പെട്ടതാര്, കൊലപാതക കാരണം എന്ത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നതാണ് ഇപ്പോഴത്തെ പോലീസിന്റെ ഒരു ആത്മവിശ്വാസം. കാരണം 2 മാസം കഴിഞ്ഞിട്ടും മറ്റേതെങ്കിലും നിലയിൽ ഒരു തുമ്പും ഈ പോലീസിന് ഈ ഘട്ടത്തിലും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. ഈ ആഴത്തിലേറ്റ കുത്താണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ പെട്രോളോ മറ്റെന്തെങ്കിലും ഒഴിച്ച് കത്തിച്ച ശേഷം അവിടേക്ക് ഈ ചങ്ങലയിൽ ബന്ധിച്ച് റബ്ബറിൽ സ്ഥാപിച്ചതാകാം എന്നതുൾപ്പെടെയുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് 20 അംഗ സംഘം വ്യത്യസ്ത സംഘങ്ങളായി തന്നെ തിരിഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ കൊല്ലം ആളുകേറാമലയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ വാർത്ത 24 2 മാസം മുൻപ് ബ്രേക്ക് ചെയ്തിരുന്നപ്പോൾ പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് പോലീസ്. ഇയാളെ തിരിച്ചറിയാൻ കഴിയുന്നവർ പോലീസിനെ വിവരം അറിയിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി. റിനു, എന്താണിപ്പോൾ നടക്കുന്ന പ്രക്രിയയുടെ വിശദാംശങ്ങൾ? അനുജ, പോലീസ് നിർണായക നീക്കം നടത്തിയെന്ന് വേണം പറയാൻ. ഇന്ന് രാവിലെ തന്നെ നെയ്യാറ്റിൻകര കോടതിയിൽ ഈ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് കാട്ടി അപേക്ഷ നൽകുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 7 ഇപ്പോൾ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നലെ FIR ഇട്ട അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ FIR ഇട്ട കേസിന്മേലാണ് ഇപ്പോൾ നേമം പോലീസ് സ്റ്റേഷനിൽ SHO നൽകിയ അപേക്ഷയിന്മേൽ ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിർണായകമായിട്ടുള്ള ഇടപെടലിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാഹുലിനെ കണ്ടെത്തുകയാണെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകും. അതിൽ ഇനി കാലതാമസം ഉണ്ടാകില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇനി വരേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കലാണ്. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. കൃത്യമായ ഒരു അന്വേഷണ സംഘത്തിനെ നേരത്തെ വാർത്തകളിലൊക്കെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സംഘം ഉടൻ ഉണ്ടാകും. ആ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്കുകൾ ഓരോന്നായി മുറുകുകയാണ്. കേരള പോലീസ് വലിയ ഇടപെടലിലേക്ക് പോകുന്നു. നേമം SHOയുടെ അപേക്ഷയെ തുടർന്ന് ഇപ്പോൾ മജിസ്ട്രേറ്റ് നേരിട്ട് തന്നെ രഹസ്യമൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അനുജ, അതാണ് വളരെ നിർണായകമായൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയാണ്. കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. ഇതിനുശേഷം അറസ്റ്റിന് താമസമുണ്ടാകില്ല എന്നതിന്റെ സൂചനകൾ കൂടിയാണ് നൽകുന്നത്. ഇതോടെ 1 PM ന്യൂസ് അവസാനിക്കുകയാണ്.